നിപ്പ ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മലപ്പുറത്താണ് ആദ്യത്തെ കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ധാരാളം ആളുകളാണ് ഇപ്പോൾ ആ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത്. ഇപ്പൊ നിപ്പയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വേഗത്തിൽ പറയാം. നിങ്ങളിത് മാക്സിമം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നിപ്പയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ശക്തമായ പനിയായിരിക്കും ഉണ്ടാവുന്നത്. സാധാരണ പനിയും കാട്ടും കൂടുതൽ 40 ഡിഗ്രിയിൽ മുകളിലായിരിക്കും ടെമ്പറേച്ചർ. അതുപോലെ ശക്തമായ തലവേദന ഉണ്ടാവും. പിന്നെ അപസ്മാരം ഉണ്ടാകാം. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, വെറുതെ ഇരിക്കും, ശക്തമായ വോമിറ്റിംഗ് ഉണ്ടാകുക, കഴുത്തിന് സ്റ്റിഫ്നെസ് ഉണ്ടാകുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണം. ഇപ്പൊ സാധാരണ പനിയിൽ നിന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് നിപ്പ പ്രിവെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പഴന്തീനിയായിട്ടുള്ള ബാറ്റ്സുകൾ, അതായത് പഴന്തീനിയായിട്ടുള്ള വവ്വാലുകൾ കടിച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. രണ്ടാമത്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിർബന്ധമായിട്ടും നമ്മൾ വിനീഗർ സൊല്യൂഷനിലിട്ട് വാഷ് ചെയ്യുക. അതായത് ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മൾ ഒരു 30 ml വിനീഗർ ഒഴിച്ച് ഒരു 1 ലിറ്റർ 2 ലിറ്റർ വെള്ളത്തിൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇട്ട് വയ്ക്കുക. ഇട്ടതിന് ശേഷം നല്ലവണ്ണം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കഴിക്കാവൂ. ഇപ്പൊ കഴിക്കാതിരുന്നാലോ അത് ചെയ്യരുത്. ഉറപ്പായിട്ടും കഴിക്കണം. കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ടും വൈറ്റമിൻ സി പോലുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഫ്രൂട്ട്സ് കൊടുക്കണം. ഇപ്പൊ ഫ്രൂട്ട്സ് പക്ഷെ കഴിക്കണം, പക്ഷെ ക്ലീൻ ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇനി രണ്ടാമത്, പല മരങ്ങൾ കയറുന്ന ആളുകളും മറ്റും ഈ മരങ്ങൾ കയറിയതിനു ശേഷം കൈകൾ കഴുകില്ല, കാലുകൾ കഴുകില്ല. അത് നിർബന്ധമായിട്ട്, ഇപ്പം നിങ്ങൾ ഈ മൃഗങ്ങളുടെ ചലങ്ങളുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് വീട്ടിൽ വന്ന് കയറും, ഈ വൈറസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കൈകൾ കഴുകാതെ ഒരു കാരണവശാലും ആഹാരങ്ങൾ കഴിക്കില്ല എന്നൊരു ദൃഢനിശ്ചയം എടുക്കുക. പല അസുഖങ്ങളും ഇപ്പൊ തിരുവനന്തപുരത്ത് കോളറ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തതിന്റെ ടൈഫോയിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വയറിളക്ക രോഗങ്ങൾ, ഡിസെൻട്രി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ കൈകൾ കഴുകാത്താണ് ഉണ്ടാവുന്നത്. കൈകൾ കഴുകിയില്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കൈകൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ ധാരാളം ബാക്ടീരിയകളും വൈറസുകളുമാണ് കൈകളുള്ളത്. അപ്പൊ അത് നമ്മൾ കൈകൾ കഴുകാതെ 20 സെക്കൻഡ് എടുത്ത് കൈകൾ കഴുകാതെ കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയാണ്. ഇത് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുക, 20 സെക്കൻഡിന് കൈകൾ കഴുകിയതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി അസുഖം വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ 5 മുതൽ 15 ദിവസത്തിൻ്റെ അകത്ത് ലക്ഷണങ്ങൾ ഉണ്ടാവും. അതായത് ഇന്ന് കോണ്ടാക്ട് എങ്കിൽ 5 ദിവസത്തിൻ്റെ അകത്ത് ലക്ഷണങ്ങൾ വരാം. 14ാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷവും ലക്ഷണം ഉണ്ടായില്ലെങ്കിൽ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. നിപ്പ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്? 40 മുതൽ 75% മരണനിരക്കുണ്ട്. പക്ഷെ നിപ്പ സ്പ്രെഡ് ചെയ്യുന്നത് കോവിഡ് പോലെ വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകില്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ അത് സ്പ്രെഡ് ആകുകയുള്ളൂ. പക്ഷെ നിപ്പയെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരണമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ മാക്സിമം ആളുകളിലോട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഞാൻ ലക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ എന്തൊക്കെയാണ് ഇത് പ്രതിരോധിക്കേണ്ടതെന്ന് പറഞ്ഞു. മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആന്റിവൈറൽ മെഡിസിൻ ഇപ്പോൾ അവൈലബിൾ അല്ല. നമുക്ക് ഇപ്പോൾ കൊടുക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡി, റെംഡെസിവിർ പോലുള്ള മരുന്നുകളും റൈബാവാറിൻ എന്നുള്ള ആന്റിവൈറൽ മെഡിസിനും അതുപോലെ ഒരു പുതിയ ഒരു മെഡിസിൻ ഇപ്പൊ വന്നിട്ടുണ്ട്. അത് ട്രയൽ എക്സ്പീരിയൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം അവൈലബിൾ അല്ല. പക്ഷെ നമ്മുടെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കേരളത്തിൽ എത്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ആദ്യമേ ട്രീറ്റ് ചെയ്താൽ രോഗിയെ രക്ഷപ്പെടുത്താൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിപ്പ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തടയാം. പനിയുള്ള രോഗികളുമായി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ N95 മാസ്ക് ധരിച്ചിരിക്കുക, പ്രത്യേകിച്ചും ആ ഏരിയയിലുള്ള ആളുകൾ. ഇത് ഉറപ്പായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ മാക്സിമം ഇത് റെസ്ട്രിക്ട് ചെയ്താൽ, ആ ഒരു വ്യക്തിയിൽ തന്നെ റെസ്ട്രിക്ട് ചെയ്താൽ നമുക്ക് എത്രയും വേഗം ഈ നിപ്പയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. അപ്പൊ മാക്സിമം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് നമ്മൾ ലൈവ് ചെയ്തത്. ഒരു മിനിറ്റ്, സ്റ്റോപ്പ്.